എടാ, നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചില കോട്സ് ഇല്ലേ, ചില കാര്യങ്ങൾ എല്ലാവരും അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളില്ലേ. നമ്മളിപ്പോ അത്രയും വലിയൊരു സിറ്റുവേഷനിൽ അത്രയും വലിയൊരു പ്രശ്നത്തിൽ പെട്ടപ്പോഴാണ് നമ്മളെ റിയൽ ഫ്രണ്ട്സ് ആരാണ്, റിലേറ്റീവ്സ് ആരാണ്, നമ്മുടെ കൂടെ നിൽക്കുന്നവരാരാണ്, അല്ലാത്തവരാരാന്നൊക്കെ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞ് പല രീതിയിൽ കോട്സും അനുഭവങ്ങളും ഒക്കെ പറയാറുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ മനസ്സിലാക്കുന്ന എന്താണെന്നറിയോ, ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മുടെ മൈൻഡ് പവറാണ്. പലപ്പോഴും നമ്മളോട് പറയാറുണ്ട്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയാലും ട്രെയിനേഴ്സ് ആയാലും മറ്റുള്ളവരൊക്കെ ആയാലും മൈൻഡ് പവറിന്റെ ഒരു ഇത് പറയാറുണ്ട്. നമ്മൾ മൈൻഡിൽ അത്രയും സ്ട്രോങ് ആയിട്ട് ആഗ്രഹിച്ചതിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ മൈൻഡ് പവർ എത്രത്തോളം നമ്മെ മുന്നോട്ട് നയിക്കുന്നു. അതായത് മറ്റാരുമല്ല, മറ്റ് സപ്പോർട്ട് സിസ്റ്റം ഒക്കെ വർക്ക് ആവണമെങ്കിൽ നമുക്ക് അത്രയും മൈൻഡ് പവർ വേണം. അല്ലാതെ ഏത് ഫ്രണ്ട് ഉണ്ട് ആരുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളിപ്പോ മുങ്ങിത്താവെന്ന് പറയുന്ന സിറ്റുവേഷനിലും നമുക്ക് കയറി വരാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മൈൻഡ് പവർ വേണം. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണറിന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റം. ആ സിസ്റ്റത്തെ നമ്മൾ മനസ്സിലാക്കും. അപ്പം കാരണം ആ സമയത്ത് നമ്മുടെ പാരന്റ്സിനോ നമ്മുടെ സിബ്ലിങ്സിനോ മറ്റാർക്കും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും അവരുടേതായ മൈക്രോ സിസ്റ്റംസ് ഉണ്ട്, അവരുടെ ഫാമിലീസ് ഉണ്ട്. അപ്പൊ എത്ര മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാലും അവർക്ക് റിയൽ സിറ്റുവേഷൻ അറിയണമെന്നോ ഇനി അറിഞ്ഞാൽ തന്നെ കൂടെ നിൽക്കണമെന്നോ ഒരു നിർബന്ധമില്ല. അപ്പൊ നമ്മുടെ പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ നമ്മളെ എത്രത്തോളം മനസ്സിലാക്കി. ഇപ്പം നല്ല സ്ട്രഗിള്, നല്ല സ്ട്രെസ് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും. ചിലപ്പോൾ എന്നോട് നല്ല രീതിയിൽ എന്റെ പാർട്ട്ണർ ബിഹേവ് ചെയ്താൽ പോലും എനിക്ക് ദേഷ്യം വരുമായിരിക്കും. അപ്പൊ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ തിരിച്ചതുപോലെ എങ്ങനെയാണ് എന്റെ കൂടെ എന്നെ വിട്ടിട്ട് പോകാതെ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നതിന് അതിനപ്പുറത്തെ ഞാൻ എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ഉണ്ടായത്. അപ്പൊ എന്നെ കൂളാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണമെങ്കിൽ ജസ്റ്റ് ബി സൈലന്റ്, അതൊക്കെ മനസ്സിലാക്കി ഒരു പാർട്ട്ണർ കൂടെ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു സ്റ്റേജ് കടന്നു കഴിഞ്ഞ് ആ ഒരു ഇഷ്യൂവിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ ആ പവർ നമ്മൾ പിന്നെ അങ്ങ് യൂസ് ചെയ്താലുണ്ടല്ലോ നമുക്ക് അച്ചീവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ മാക്സിമം ലെവലിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. നമുക്ക് ഷുവർ ആയിട്ട് മാക്സിമത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നമുക്ക് തരണം ചെയ്യാനുള്ള മൈൻഡ് പവർ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രയും സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ടൊരു പാർട്ട്ണറും കൂടിയുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഓക്കെ ആയിക്കൊള്ളുന്നതാണ് ഞാൻ ഒരു സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം.